തിരുവനന്തപുരം നെടുമങ്ങാട്ട് അടച്ചിട്ട വീട്ടിൽ മോഷണം. 14 പവൻ സ്വർണവും 12,000 രൂപയും കവർന്നെടുത്തു. ആനാട് സ്വദേശിനി റീജ സുലൈമാന്റെ വീട്ടിലെ അലമാര കുത്തി തുറന്നാണ് കവർച്ച. നെടുമങ്ങാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. പാലോട് വെറ്റിനറി ബയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഉദ്യോഗസ്ഥയായ റീജ സുലൈമാന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. വീട്ടിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 14 പവൻ സ്വർണവും 12,000 രൂപയും മോഷണം പോയി. ബന്ധുവീട്ടിൽ പോയി മടങ്ങിയെത്തിയപ്പോഴാണ് വീട്ടുടമസ്ഥ സംഭവം അറിയുന്നത്. ഗേറ്റും തുറന്ന് കിടക്കുന്നുണ്ട്, ഗേറ്റിലെ പൂട്ട് ഇളക്കി വെച്ചിട്ടുണ്ട്, മതിലിന്റെ സൈഡിൽ പൊളിച്ചിട്ടേക്കുന്നുണ്ട്. അവർ കൈ നമ്മോട്ടിയിട്ടാണ് പൊളിച്ചേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നപ്പം ഡോറിന്റെ പൂട്ടിളക്കിയിരിക്കുന്നുണ്ട്. പൂട്ടിളക്കിയിട്ട് ഒരു ചെറിയ സ്കെയില് പോലത്തെ ഒരു സാധനം അടയാളം വെച്ചിട്ടുണ്ട്. ആ സാധനം ഇവിടെ ഇട്ടിട്ട് പോയി. 5 പവന്റെ ഒരു മാലയും 3 പവന്റെ ഒരു മാലയും 2 പവന്റെ ഒരു വളയും 1 വളയും 4 ഗ്രാമിന്റെ 2 തൂക്കും 3 ഗ്രാമിന്റെ ഒരു ജിമിക്കൻ കമ്മലും, ഇത്രയും സാധനവും 11,000 രൂപയും എടുത്തേക്കുന്നുണ്ട്. ഇന്ന് രാവിലെ തിരിച്ചെത്തിയപ്പോഴാണ് വീടിന്റെ ഗേറ്റും വാതിലിന്റെ പൂട്ടും തകർത്ത നിലയിൽ കണ്ടെത്തിയത്. ഫ്രിഡ്ജിലുണ്ടായിരുന്ന പഴവും അടുക്കളയിലുണ്ടായിരുന്ന ഭക്ഷണ പദാർത്ഥവും കള്ളൻ മോഷ്ടിച്ച കൂട്ടത്തിലുണ്ട്. വീടിന്റെ എല്ലാ മുറികളിലും കയറി പരിശോധന നടത്തുകയും ചെയ്തിട്ടുണ്ട്. സംഭവം നടന്ന വീടിന്റെ തൊട്ടടുത്തുള്ള വീട്ടിലും കഴിഞ്ഞ ദിവസം മോഷണം നടന്നിരുന്നു. രണ്ടും ഒരേ സംഘമാണോ എന്നാണ് നെടുമങ്ങാട് പോലീസ് നിലവിൽ അന്വേഷിക്കുന്നത്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.